തീർച്ചയായിട്ടും. ശ്രീ ജോർജ് ജോസഫ്, ഈ ദ്വയാർത്ഥ പ്രയോഗം കാരണം ക്ലാസ് പഠനം നിർത്തിപ്പോകേണ്ടവർ, ചെറിയ കുട്ടികളോട് ദ്വയാർത്ഥ പ്രയോഗം നടത്തി അങ്ങനെ അറസ്റ്റിലായിട്ടുള്ള അധ്യാപകർ, ട്രെയിനിങ്ങിന് കയറുമ്പോൾ ഡബിൾ മീനിങ് കേട്ട് ആ ട്രെയിനിങ് നിർത്തിപ്പോയി, അങ്ങനെ കേസുകളൊക്കെ ഒരുപാട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു ബോബി ചെമ്മണ്ണൂരിന് വളരെ വിശാലമായ ഒരു മാപ്പ് കൊടുത്താൽ ഈ ബാക്കിയുള്ള കേസുകളും അവിടെ നിൽക്കും, അല്ലെങ്കിൽ ഇതുകൊണ്ട് ആരും പഠിക്കില്ല എന്ന് മനസ്സിലാകാതെ ആകില്ല രാഹുൽ ഈശ്വർ അത് പറയുന്നത്. പക്ഷേ രാഹുൽ പറയുന്ന പോലെ കേരളം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും വലിയ കുറ്റമല്ലല്ലോ എന്ന് പറയുന്നത്. അതൊരു ആറ്റിറ്റ്യൂഡാണ്, ഒരു സമൂഹത്തിന്റെ ആറ്റിറ്റ്യൂഡാണ്, ഇതിൽ വലിയ കുറ്റമൊന്നുമില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ സമൂഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറേണ്ട സമയം കഴിഞ്ഞു. കാരണം ഇത്രയും വർഷങ്ങളായി ഇത്രയും പ്രായമുള്ള ആളാണ്, അയാൾ പണത്തിൻ്റെ ആധിക്യത്തിൽ കഴിയുന്ന ആളാണ്. അയാൾ പല സ്ഥലങ്ങളിൽ ഇതുപോലെ പല ദ്വയാർത്ഥ പ്രയോഗങ്ങളും നടത്തിയപ്പോൾ ആൾക്കാർ കൈയടിച്ച് അയാളെ ഇത്ര നാൾ വളർത്തിക്കൊണ്ട് വന്നു. അയാളുടെ സെക്രട്ടറി അടുത്ത് അല്ലെങ്കിൽ PA അടുത്ത് പല പ്രാവശ്യം ആ പെൺകുട്ടി പറഞ്ഞു 2 വർഷമായിട്ട് വേദന തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. ആ ബോബി ചെമ്മണ്ണൂരിൻ്റെ അവിടെ ഒരു പ്രോഗ്രാമിന് പോയാൽ കുറേ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കും ഈ പെൺകുട്ടിക്ക്. അവരതുകൊണ്ടാണ് അതിന് പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പം കുറേയൊക്കെ വിധേയത്വം നമ്മൾ, കാരണം അവരുടെ പണം വാങ്ങിച്ചിട്ടല്ലേ അവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അയാൾ കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കാൻ തുടങ്ങി. അങ്ങനെ 2 പ്രാവശ്യം പോയി കഴിഞ്ഞ് 3-ാമത്തെ പ്രാവശ്യം വിളിച്ചപ്പം വരുന്നില്ല എന്നാണ് പറഞ്ഞത്. അയാൾക്ക് മനസ്സിലായി, മെസ്സേജ് അവിടെ കിട്ടി. അതിനുശേഷം അതേപ്പറ്റി മോശം കമൻ്റ് ഇട്ടു. പിന്നെ നമ്മൾ ഒന്നുകൂടെ ആലോചിച്ച് നോക്കണം, എന്ത് കാര്യത്തിനാണ് കുന്തി ദേവിയുടെ കാര്യം ഇയാൾ എടുത്തിട്ടത്? അയാൾ അത്ര മിടുക്കനാകരുത് അത്. കാരണം ആ ഒരു കാര്യം, കാരണം നമുക്കറിയാം ഈ ജിമ്മിലൊക്കെ പോയി ഈ ചില ആൺകുട്ടികളൊക്കെ മുൻവശവും തള്ളി നിൽക്കും, പുറകുവശവും തള്ളി നിൽക്കും. അത് അവരുടെ ശരീരത്തിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ സ്ത്രീകൾക്കും അതുപോലെ ഉണ്ട്. അപ്പോൾ അത് അങ്ങനെയൊക്കെ ഉള്ളത് ആ ഭാഗം മാത്രം കൂടുതൽ ഓഡിയോയിലും വീഡിയോയിലും എടുത്ത് പ്രദർശിപ്പിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അത് ആ കുട്ടിയുടെ കുറ്റമായിട്ട് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ഒരാൾ നേക്കഡായിട്ട് റോട്ടിൽ കൂടെ നടന്നാൽ അതിനിവിടെ അത് ഒഫൻസാണ്. ആണായാലും പുരുഷനായാലും സ്ത്രീ ആയാലും അതിന് കേസ് രജിസ്റ്റർ ചെയ്യും, അതിന് യാതൊരു സംശയമില്ല. പക്ഷേ അവർക്ക് മറക്കേണ്ട ഭാഗങ്ങളൊക്കെ മറക്കി ആ കുട്ടി നടക്കുന്നതിന് നമുക്കെന്താണ് അവരുടെ വ്യക്തിപരമായ കാര്യത്തിൽ ഇടപെടാൻ അവകാശം? അത് ബോഷയ്ക്കും ഇല്ല, നമുക്ക് ആർക്കും ഇല്ല. അപ്പോൾ അത് അവരുടെ ഒരു വരുമാന മാർഗമാണ്. അപ്പോൾ അത് എന്തോ ആയിക്കോട്ടെ, ഈ ഒരു സന്ദർഭത്തിൽ ബോഷ അവിടെ പറഞ്ഞ കുന്തി ദേവിയുടെ കാര്യം പറഞ്ഞതോടുകൂടി അയാൾ പെട്ടു എന്ന് ഞാൻ കരുതി. കാരണം ആ കുട്ടി എന്തായാലും കേസ് കൊടുക്കാൻ തൻ്റെ ഇടം കാണിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഇതത്ര നിസ്സാരമായിട്ട് പോകില്ല. രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ കരുണയൊന്നും കാണിക്കാൻ പോകുന്നില്ല. കാരണം 2 വർഷം തീ തിന്ന് ആത്മഹത്യയുടെ വക്കീലാന്ന് ഞാൻ അറിഞ്ഞത്. കാര്യമൊക്കെ എന്ത് പറഞ്ഞാലും ശരി, ബോൾഡായിട്ട് ഞാൻ അത് നിവൃത്തിയില്ലാതെ തൻ്റെ ഇടത്തോട് രംഗത്ത് വന്നു. അത് മുഖ്യമന്ത്രി അത് അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം മുഖ്യമന്ത്രി പല കേസിലും നടപടി എടുത്തില്ല എന്നൊക്കെ നമുക്ക് ആരോപണമുണ്ട്. പക്ഷേ ഇതൊരു ടിപ്പിക്കൽ കേസാണ്. കേരളത്തിൽ ഇതുപോലെയുള്ള ഈ വിഷം ഇങ്ങനെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്നവന്മാർ ഒക്കെ ഒരു മാതൃകയാണ്. കാരണം 2 പേരും മുറ്റ ആൾക്കാരാണ്. കാരണം ആ പെൺകുട്ടി എന്നാലെ ബോൾഡായിട്ട് നിൽക്കുന്നു, ഇപ്പുറത്ത് വലിയ പണച്ചാക്കുമായിട്ട് നടക്കുന്നയാൾ എന്തും പറഞ്ഞ ആൾക്കാരെ വശീകരിക്കുന്ന ആൾക്ക് ഒരു പാഠം തന്നെയാണ്. ഇത് മലയാളികൾക്ക് ഒരു പാഠമായിട്ട് ഇതിനു വേണ്ടി വാദിക്കുന്ന ഒരു ടീമുണ്ട്, ഒരു ആർമി ഉണ്ടല്ലോ. അവരും പറയുന്നത് ഇതിലേറെ വൃത്തികെട്ട കമന്റുകളാണ്. അങ്ങനെയുള്ള തുടർ അറസ്റ്റുകൾ നടക്കണം. ഒരു കൂട്ടമായിട്ടുള്ള അറസ്റ്റ് നടന്നാൽ മാത്രമേ ഒരു പക്ഷേ വളരെ കടുപ്പിച്ചാണ് നിയമ നടപടി എന്ന് ആൾക്കാർക്ക് മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ തോന്നുന്നുണ്ടോ? അതൊരല്പം കൂടി പോവോ? ഇല്ല, അത് വേണം, അത് വരും. കാരണം ഈ ഒരു പെൺകുട്ടി ബോൾഡായിട്ട് വന്നല്ലോ, ധാരാളം സ്ത്രീകൾ ഇനി രംഗത്ത് വരും. ഏമ കമ്മിറ്റിയിൽ നമ്മൾ അറിഞ്ഞല്ലോ, അത് പതുക്കി വെച്ചിട്ട് കുറച്ച് പുറത്ത് ചാടിയില്ലോ, കുറേ നടന്മാരെല്ലാം കിടന്ന് ഓടിയില്ലോ. കാരണം നമ്മളത് കണ്ടതല്ലേ. കാരണം സ്വാധീനം കൊണ്ട് പലരും പല കാര്യങ്ങളും അതിനകത്ത് രക്ഷപ്പെടാനുള്ള മാർഗം നോക്കിക്കോട്ടെ, നമുക്കതിന് തടസ്സമില്ല. പക്ഷേ ആ ഒരു സംഭവം വന്നപ്പം മലയാള സിനിമാ രംഗം ഒത്തിരി മാറി, സമൂഹം ഒത്തിരി മാറി. ഇതുപോലെയുള്ള ആൾക്കാരെ പിടിക്കുന്ന തന്ത്രം നമുക്ക് ഇത്ര നാൾ അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പോൾ ഇത് ആ തന്ത്രങ്ങളും വന്നു കഴിഞ്ഞിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ കമന്റ് ഇട്ടവന്മാർ എല്ലാവരും ആഹ്ലാദിച്ച് നടന്നു. കാരണം അതിനിങ്ങനൊരു പ്രതിഫലനം ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. അത് കൃത്യമായിട്ട് ഇപ്പം വന്നു. അതിന് റൈറ്റ് പേഴ്സണെ കിട്ടിയെന്നുള്ളതാണ്. മുഖ്യമന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുകയാണ് അതിൻ്റെ ആ കാര്യത്തിൽ. കാരണം ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരാളെ തന്നെയായിരുന്നു പ്രതിക്കൂട്ടി വരേണ്ടത്. എങ്കിലും സോഷ്യൽ മീഡിയ 1.5 ലക്ഷം ഫോളോവേഴ്സ് അദ്ദേഹം ഉണ്ട്. സമൂഹത്തിലെ മുഴുവൻ ആൾക്കാരും അറിഞ്ഞു. വലിയ സോഷ്യൽ മീഡിയയിലെല്ലാം ചർച്ചയായി, ചാനലിലെല്ലാം ചർച്ചയായി. ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ കൊച്ചുകുട്ടികളും വലിയവരും എല്ലാവരും പഠിച്ചിരിക്കുന്നു.
പലരും ഓടി മറഞ്ഞു കഴിഞ്ഞു. കുറേ ആൾക്കാരുണ്ട്, നമുക്ക് അവരെ അടുത്ത് തന്നെ ഒതുക്കാം എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് രാഹുൽ ഈശ്വറിന്റെ ചില വാർത്തകൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ വരുമ്പം നമ്മൾ ചില കാര്യത്തിനോട് വിയോജിക്കുന്ന കാര്യം അദ്ദേഹം പറഞ്ഞോട്ടെ, പക്ഷേ ക്ഷമ കൊടുത്ത് ആ പെൺകുട്ടി ക്ഷമ കൊടുക്കുന്നെങ്കിൽ കൊടുത്തോട്ടെ, അത് നമുക്ക് അതിന് തടസ്സമൊന്നുമില്ല, അത് അവർ തമ്മിലുള്ള കാര്യം. പക്ഷേ ഇതൊരു ആൾക്കാർക്കും ജനങ്ങൾക്കും കേരളത്തിൽ ഇതുപോലെ മ്ലേച്ഛമായിട്ട് ചിന്തിച്ച് നടക്കുന്ന മാന്യന്മാർ, ഞാൻ ഒരു കാര്യം പറയാം. ഒരാൾ എൻ്റെ അടുത്ത് ഒരു കൺസൾട്ടേഷൻ വന്ന്, അയാൾ വലിയ VIP ആണ് IT രംഗത്ത്. അയാൾ അവിടെ ഒരു പെണ്ണിനെ മോഹിച്ചിട്ട് നടക്കാതെ വന്നപ്പോൾ ആ പെണ്ണിനെ പറ്റി മോശമായ അഭിപ്രായം അയാൾ പലരിടത്തും പറഞ്ഞു. അത് ചിലവാകാതെ വന്നപ്പോൾ എന്ത് ചെയ്തു? എറണാകുളത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇവരുടെ പേരുമെല്ലാം എഴുതി വെച്ച് അവരുടെ മൊബൈൽ നമ്പർ എഴുതി വെച്ചു. പക്ഷെ ആ കയ്യക്ഷരം ഇയാളുടെ ആയിരുന്നു. ആ പെൺകുട്ടി ബുദ്ധിയുള്ള കുട്ടിയായിരുന്നു. അവർ നടന്ന് ഈ കയ്യക്ഷരം കണ്ടുപിടിച്ചപ്പോൾ ഇവരുടെ ഏറ്റവും അടുത്തുള്ള ഇവരുടെ ബോസ് എങ്ങനെയുണ്ട്? മലിന മനസ്സുണ്ടോ ആ ബോസിന്? എത്ര ക്വാളിഫിക്കേഷൻ ഉള്ള PhD ഉള്ള ആളാണ്. നമ്മളിത് മനസ്സിലാക്കണം. എത്ര ക്വാളിഫിക്കേഷൻ ഉണ്ട്, മലിന മാസമായിട്ട് നടക്കരുത്. അതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. അത് പാവപ്പെട്ടവനായാലും വലിയവനായാലും ശരി, പണക്കാരുമായാലും ശരി, ഇതുപോലെയുള്ള ചിന്തകൾ മാറിക്കും. അത് സോഷ്യൽ മീഡിയയിൽ പ്രതിഫലിക്കരുത്. കാരണം അവർ ചിന്തിച്ചോട്ടെ, വീട്ടിലിരുന്ന് ചിന്തിച്ച് വട്ടുപിടിച്ച് നടന്നോട്ടെ, തടസ്സമില്ല. പക്ഷേ പുറത്ത് കാണിക്കരുത്. ജനങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരരുത്.